ബാലചന്ദ്രമേനോൻ എന്ന ബഹുമുഖ പ്രതിഭയാണ്. ഒരു 2-2.5 മിനിറ്റ് വേദിയിൽ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ജനപ്രിയ സിനിമയുടെ സമവാക്യങ്ങൾ നിർണയിച്ചിരുന്ന ആളായിരുന്നു ശ്രീ ബാലചന്ദ്രമേനോൻ. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേമഗീതങ്ങൾ, താരാട്ട്, കേൾക്കാത്ത ശബ്ദം, അണിയൻപിള്ള ആധവം, അണിയൻപിള്ള, ചിരിയോ ചിരി തുടങ്ങിയ സിനിമകൾ ആവേശപൂർവ്വം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത കാലമായിരുന്നു. 1, 2 അല്ല, 3, 4, 5 തവണ. കേൾക്കാത്ത ശബ്ദ സിനിമയിലെ ഇന്ന് ഞാൻ രാവിലെ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു ഗാനരംഗമുണ്ട്. ലാൽ സാറും അംബിക മേഡവും ഒരു വലിയ ഷട്ടിൽ കോക്കിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം ചാടുന്നുണ്ട്. വളരെ ഉയരമുള്ള ഒരു ഷട്ടിൽ കോക്കിന്റെ മുകളിൽ നിന്ന്. ബാലേന്ദ്രമേനോൻ സാറിനെ കണ്ട് സിനിമയോട് സ്നേഹം തോന്നിയ തലമുറയിൽപ്പെടുന്ന ആളാണ് ഞാൻ. സാറുമായിട്ട് ഏറെക്കാലത്തെ സൗഹൃദമുണ്ട്. ഈ സിനിമയിൽ അതിപ്രധാനമായ, ഒരുപക്ഷെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന KN വർഗീസ് എന്ന കേരള മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നത് ബാലചന്ദ്രമേനോൻ. സാറിനോടൊപ്പം ചിലവിട്ട 50 ദിവസങ്ങൾ എനിക്ക് മാത്രമല്ല, കൂടെ അഭിനയിച്ചവർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക് എല്ലാം മറക്കാനാവാത്ത ദിനങ്ങളാണ്. ദൗർഭാഗ്യവശാൽ നമ്മളോടൊപ്പം ഉണ്ടാവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി അല്പം മോശമാണ്. പക്ഷെ അദ്ദേഹം റിക്കവർ ചെയ്ത് വരികയാണ്. ഞാൻ അദ്ദേഹമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീഗോകുലം മൂവീസും ആദ്യ ഇലുമിനേഷനും ചേർന്ന് അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട ലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഗോപാലേട്ടൻ, നിവിൻ പോളി, ഷറഫുദ്ദീൻ, രാജേഷ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, CB സാർ എല്ലാവരും ഒന്ന് വന്നാൽ. മണിയൻപിള്ള രാജു എന്ന പേര് കിട്ടിയത് മണിയൻപിള്ള എന്ന സിനിമയോടെയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ സാറിൻ്റെ ഉപഹാരം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് രാജേഷേട്ടനാണ്. രാജേഷേട്ടനത് ഏറ്റുവാങ്ങും. Thank you so much. ബാലേന്ദ്രമേനോൻ സാറിന് വേണ്ടി ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങി. ഉണ്ണിയേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പേര് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതായി കേട്ടു. അപ്പോൾ ഞങ്ങളോട് ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ മാതിരി ഞാൻ സിനിമ 51 വർഷമായി. 75 തൊട്ട് ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും ഇന്ന് മണിയൻപിള്ളയിൽ ആ കഥാപാത്രത്തിലെ മേനോൻ അവതരിപ്പിച്ചതിലൂടെയാണ് ഞാനെന്ന ആളിന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണക്കാരൻ ഭാഗത്ത് ഇടയ്ക്ക് കുറേ നാളെ പടങ്ങളില്ലായിരുന്നു. ആദ്യത്തെ 10 പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച പടം ഈ പടമാണ്. ഈ പടം എന്ന് ഞാൻ പറയാൻ കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പം പറയത്തേ ഉള്ളൂ, അതിപ്പോഴും സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം, ഞാനും ഈ പറഞ്ഞ 10-40 ദിവസം അഭിനയിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്, ഹോസ്പിറ്റൽ കേസിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പകരം വാങ്ങിച്ചു. ഷീൽഡ് എടുത്ത് പൊക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനേക്കാൾ വെയിറ്റ്, അത്ര അതിഗംഭീരമായൊരു സംഭവമാണ് ഇവിടുന്ന് തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊക്കാത്തത്, അല്ലാതെ വേറൊന്നുമല്ല.
പിന്നെ ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ പടത്തിൽ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രീ പി ഉണ്ണികൃഷ്ണൻ എല്ലാ പടങ്ങളും കാണുന്നതാണ്, എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല. ഞാൻ തുടരും സിനിമ കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു സർജറിയൊക്കെ കഴിഞ്ഞ് എൻ്റെ 16 കിലോ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊരു വിളി വരികയാണ്, ചേട്ടൻ ഞാൻ ഇത് ഉണ്ണികൃഷ്ണൻ. എന്താ, എൻ്റെ ഒരു പടം അടുത്ത മാസം തുടങ്ങുന്നുണ്ട്, നല്ലൊരു വേഷമാണ്, ഒരുപാട് ദിവസം വേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ അരവമാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ പടത്തിൽ വന്നത്. പറഞ്ഞതുപോലെ തന്നെ ഒരു ഉഗ്രം വേഷമാണ്, ത്രൂ ഔട്ടുണ്ട്. വളരെ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തത്. ഞാൻ പടം കഴിഞ്ഞ് പോകാൻ നേരത്തെ അദ്ദേഹത്തിന് ഷേക്കൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഏറ്റവും നല്ല പടമായിരിക്കും. ഷേക്കൻഡ് കൊടുത്തു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കുന്നത്, ഈ നമ്മൾ ഒരുപാട് മിങ്കിൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് അഭിനയിക്കുമ്പം അവരുടെ രീതികളും സ്റ്റൈലും ഒക്കെ നമ്മളിലേക്ക് അങ്ങ് അറിയാതെ കയറും. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ ഒരു ശ്രീ മോഹൻലാലും പറഞ്ഞിട്ടുണ്ട്, പത്മനാഭൻ ചേട്ടനിലൂടെയൊക്കെ നമ്മൾ ഒരു മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാര രീതിയിലും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു അംശം എങ്ങനെയോ കലർന്നില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ പറയുമായിരുന്നു, സെറ്റിൽ വെച്ചിട്ട് ഈ ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന രീതി ഞാൻ പറയും. ആദ്യമായിട്ട് പുള്ളി ഞാൻ നടന്നു വന്നിട്ട് ക്യാമറാമാൻ്റെ പറയും, ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ട്രോളിയിട്ട് ഇങ്ങനെ വരണം, എന്നിട്ട് ഇവിടുന്ന് 2 പേര് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് റെഡിയാണ്. ഓക്കെ അല്ലേ? ക്യാമറ ഓക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും, രാജേട്ടൻ അവിടുന്ന് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് വരുന്നു, എന്നിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ അതുപോലെ ചെയ്യാം. അസോസിയേറ്റ് ഡയറക്ടർ അയച്ചിട്ട് ഡയലോഗ് കേൾക്കണ്ടേ? ഈ ഡയലോഗ് രാജേട്ടൻ പറയണം, മറ്റേ ഡയലോഗ് നിവിൻ പോളി പറയും. നിങ്ങൾ 2 പേരും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്ക് അത്ഭുതമായി. കുറച്ച് കഴിഞ്ഞ് പ്രൊഡക്ഷൻ പോയി, കയ്യിൽ ജ്യൂസ്, ഒരു ചായ. സാറേ ജ്യൂസ് വേണോ അത് ചായ വേണോ? ശരിക്കും പറഞ്ഞാൽ സെറ്റിൽ എല്ലാവരും ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പറയുന്നത് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു പുള്ളിയുടെ ആക്ഷൻ. എന്തായാലും പടം ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. എല്ലാ ഹിറ്റിനുള്ള ചേരുവകളും ഉണ്ട്. ഇവിടെ അധികം ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വേഷം തന്നതിൻ്റെ ഗോകുലും ഗോപാലൻ ചേട്ടനും ഉണ്ണികൃഷ്ണൻ എല്ലാവരും വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമാണ്. എല്ലാവരും എനിക്ക് എങ്ങനെ കഥ പറഞ്ഞെന്നറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു രൂപമുള്ളതുകൊണ്ട് എന്നെ വിളിച്ച് കഴിഞ്ഞ് രോഗിയായിട്ട് കിടത്താൻ കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല, ഉപരി റോളാണ്. പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ, നമുക്ക് കാണാം. ഞാൻ റൈറ്റ് ചെയ്തതാണ്. തന്നെ പറഞ്ഞു തന്നെ രാജേട്ടനോട് വലിയ സന്തോഷമുണ്ട്. മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പില്ല. എന്തായാലും വലിയൊരു സെൽഫ് റിയലൈസേഷൻ ആണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ നിസാറിൻ്റെ പടത്തിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നത്. എന്നെ മോനേട്ടൻ വിളിച്ചു. മോനേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, നിസാർ സംസാരിക്കുന്നു പറഞ്ഞു. നിസാർ വിളിച്ചു പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, എനിക്ക് ആദ്യമായിട്ടാണ് നിസാർ ഈ വർക്ക് തരുന്നത്. താങ്ക് യു സർ. നല്ലൊരു ടീം വർക്ക്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ടീമിനും തരണം. നമസ്കാരം. താങ്ക് യു മാം. നീതു ആദ്യത്തെ സിനിമ വരികയാണ്. നീതുവിനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫിലിം. നമസ്കാരം. ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്ന മറ്റേതൊരു വ്യക്തിയെക്കാളും ഏറ്റവും സ്പെഷ്യൽ എനിക്കാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 മിനിറ്റ് എക്സ്ട്രാ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇന്ന് സംസാരിക്കാൻ. ആദ്യം തന്നെ ഉണ്ണി സാറിനെ പറ്റിയിട്ടാണ്. സാറാണ് എന്നെ കണ്ട് ഈ കുട്ടി കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെയൊക്കെ മുന്നേ ഇതേ വീട്ടിലൊരു 6 മാസം 9 മാസം മുന്നേ ജൂൺ 21 സിബി സാറിന്റെ 40 ഇയേഴ്സ് സെലിബ്രേഷന് വെച്ചിട്ടാണ് ഞാൻ ലാൽ സാറിനെയും സാറിനെയും സിബി സാറിനെയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കണ്ടത്. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് അവർ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. സോ അതിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അനുഭവങ്ങളെയും ഞാൻ കണ്ടറിഞ്ഞ എല്ലാ മനുഷ്യരോടും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായിട്ട് ആഗ്രഹം വരുന്നത് 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോഴാണ് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം വരുന്നത്. അപ്പൊ അന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ
അവർക്കതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ എന്നും വൈകിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റണേ, എന്നെ ലോകം അറിയപ്പെടുന്ന ഒരു നർത്തകിയാക്കി മാറ്റണേ എന്നുള്ളത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഉള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഇന്നത്തെ എൻ്റെ ദിവസം. അതോടൊപ്പം ഈ സിനിമയുടെ ഓഫർ എനിക്ക് വന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഭാഗ്യമാണ്, ഇത്ര വലിയൊരു ക്രൂവിൻ്റെ കൂടെ, ഇത്ര വലിയൊരു ടീമിൻ്റെ കൂടെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഭാഗ്യമാണെന്ന്. ആ ഭാഗ്യം എന്താണെന്ന് ഞാൻ കുറേ ആലോചിക്കാൻ ശ്രമിച്ചു. കാരണം ഷൂട്ട് തുടങ്ങി ഒരു 20 ദിവസം ആകുമ്പോഴും ഞാൻ ഉണ്ണിസാറിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതും നിവിൻ ചേട്ടനെ പോലെ ഒരാളാണ് എൻ്റെ ഓപ്പോസിറ്റ് അഭിനയിക്കണം എന്നുള്ളതും എനിക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഫാമിലിയെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം അധ്യാപകർ എൻ്റെ കൂടെ എന്നും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ പേരൻസ്, അവരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും സ്നേഹവുമാണ് എൻ്റെ ജീവിതത്തിൽ ആ എക്സ്ട്രാ ഉള്ള ഭാഗ്യ ഫാക്ടർ എന്ന് ഞാൻ ഇന്നും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ഉണ്ണിസാറിൻ്റെ അടുത്ത് ഞാൻ സാറിൻ്റെ ഓൾറെഡി പറഞ്ഞതാണ്, ഈ സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു എന്നതിലുപരി ഞാൻ സാറോട് നന്ദി കടപ്പെട്ടവളായിരിക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്. എൻ്റെ ആദ്യത്തെ സിനിമ അനുഭവം ഇത്രയും ഭംഗിയുള്ളതാക്കിയത് സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഓരോ ദിവസം ഷൂട്ടിന് വന്നത്. അത്രയും സമാധാനത്തോടു കൂടെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വർക്കിംഗ് സ്പേസിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ രാജേട്ടൻ പറഞ്ഞ പോലെ ഇതിലും ഇരട്ടി തമാശകളായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു 2-3 മാസം അവിടെ സെറ്റിൽ ഉണ്ടായിരുന്നത്. സോ അത് മാത്രമല്ല, ഇത്രയും സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ടെൻഷൻ അടിച്ച് എൻ്റെ അച്ഛനും അമ്മയും ഒരു ദിവസം പോലും ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നിട്ടില്ല. അത് സാറെ പറ്റി അറിഞ്ഞിട്ടുള്ള ഡിസിപ്ലിൻ്റെ പുറത്തും ആ സെറ്റിൽ സാർ കാരണം ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും കാരണമാണ്. സാർ ഒരുപാട് നന്ദി, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ഈ ദിവസം. അതോടൊപ്പം നിവിൻ ചേട്ടാ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ചാമിങ് നിവിൻ പോളി തന്നെയാണ് സെറ്റിലുള്ള നിവിൻ പോളി. നിങ്ങളെ എപ്പോഴും കണ്ടിഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് സെറ്റിൽ നിവിൻ പോളി. ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ആലോചിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും നിവിൻ ചേട്ടൻ്റെ കൂടെയാണോ അഭിനയിച്ചെന്നുള്ള ഫീൽ എനിക്ക് വന്നത്. താങ്ക് യു സോ മച്ച്, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കി വർക്ക് ചെയ്യിപ്പിക്കണേന്ന്. ആൻഡ് വൺ മോർ പേഴ്സൺ, ദുർഗ, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഒരു സെറ്റിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആവശ്യം എന്താണെന്നുള്ളത് നിന്നിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. നമ്മളെല്ലാവരെയും വളരെ എക്സ്ട്രീംലി അവൾ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഇന്നത്തെ ഈ ദിവസവും ത്രൂ ഔട്ട് ഞാൻ ഈ സിനിമ കിട്ടിയതിനെ പറ്റി എക്സൈറ്റഡ് ആവുന്ന അതേ സന്തോഷം അവളുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ വിവേക് അനിരുദ്ധ് ചേട്ടനാണ് എൻ്റെ ഓഡിഷൻ്റെ ഏറ്റവും എന്നെ കംഫർട്ടബിൾ ആക്കിയത്. പിന്നെ ഓഡിയൻസ്, ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അവതാരികയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻസിലൂടെയാണ് ഈ കുട്ടി സിനിമയിൽ വന്നാൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞതിലൂടെയാണ് സിനിമാക്കാരിലേക്ക് എൻ്റെ പ്രൊഫൈൽ എത്തിയത്. അങ്ങനെയാണ് എനിക്ക് ഈ ചാൻസ് കിട്ടിയത്. സോ താങ്ക്സ് ടു ഓഡിയൻസ്. ആദ്യം പറഞ്ഞ പോലെ ഈ പോയിന്റിൽ എന്നെ നിർത്താൻ കാരണമായിട്ടുള്ള എല്ലാത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് പോയിന്റ് ഇൻ മൈ ലൈഫ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഈ ഒരു കഥാപാത്രം, സിനിമയിൽ ഈ ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാടൊന്നും പറയാനില്ല. സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഈ സിനിമയിൽ. ഉറപ്പായിട്ടും നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളുണ്ടോ അതുപോലെ തന്നെ ഈ സിനിമ മനുഷ്യരെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു സാർ, ആൻഡ് താങ്ക് യു ദിസ് ടീം. ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ എൻ്റെ സെക്കൻഡ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം ക്രിസ്റ്റഫർ ആയിരുന്നു. അതിൽ മമ്മൂക്കിടൊപ്പം ഒരു സീൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലാലേട്ടനോടെ കാണാൻ പറ്റി. വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സാർ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ പ്രപഞ്ചത്തോടും സർവേശ്വരനോടും നന്ദി പറയുന്നു. അപ്പം എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലിയോടും നന്ദി പറയുന്നു, അവരെ ഞാൻ ഓർക്കുന്നു. സിനിമയിൽ കാല് വെച്ച് തുടങ്ങിയ ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഓരോ നിമിഷത്തിലൂടെയാണ് ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് സിനിമയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാതോർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കോൾ വരുമ്പോൾ വിചാരിക്കുന്നത് ദൈവം എനിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആവണേ, എനിക്കുള്ളൊരു സിനിമയിലെ നല്ല വേഷമാവണേ എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ സിനിമയിലേക്കുള്ള കോൾ വരുന്നത്
വിവേകിൽ നിന്നാണ്, വിവേക് അനിരുദ്ധ്. അപ്പം എനിക്ക് ഏറ്റവും ആദ്യം താങ്ക്സ് പറയാനുള്ളത് വിവേകിനോടാണ്. ദാറ്റ് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, അതിൽ വിജിത ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് വിവേകിന് ചിന്ത വന്നതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ കാസ്റ്റിംഗ് ഡയറക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവേകിനോട് വളരെയധികം നന്ദി പറയുന്നു. ആൻഡ് സിനിമ ഈ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ, ഞാൻ ഏത് സെറ്റിലേക്ക് പോകുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് സിനിമയിൽ വലിയ പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ടെൻഷനോട് കൂടി തന്നെ എപ്പോഴും പോകുന്നത്. പക്ഷേ ഇതുവരെയ്ക്കും വളരെ രസകരമായ സെറ്റുകളിലൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. ഉണ്ണീഷ്ണ സാർ എന്ന് പറയുന്ന സമയത്ത് ടി വിയിലൊക്കെ കണ്ട് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കട്ടിയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ, ആളടുത്ത് എങ്ങനെയാണ് ആളുടെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ പേടിച്ചിട്ടൊക്കെ നിന്ന്. പക്ഷേ എന്തൊരു നല്ല ഡയറക്ടറാണ്, എന്തൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് മനസ്സിലാവും. തമാശയും കളിയും ചിരിയും, പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മളടുത്ത് പറയുന്ന ഒരു ഡയറക്ടറാണ്. അതൊരു പുതുമുഖത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഈ സിനിമയിൽ ഒരുപാട് നല്ല ഹ്യൂമൻ ബീയിങ്സിനെ കാണാൻ പറ്റി എന്നുള്ളതാണ് ഒരു കാര്യം. സബിത ചേച്ചി കുറേ കഥകൾ പറഞ്ഞു തന്നു. കോമ്പിനേഷൻ സീനുള്ളവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സാധിച്ചത്. ഒരുപാട് പഴയ സിനിമകളിലെ കഥകൾ പറഞ്ഞു തന്നു. ബാലേന്ദ്ര മേനോൻ സർ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. പിന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ആക്ടറാണ് നിവിൻ പോളി. കാരണം നമ്മൾ പറയില്ലേ, നമ്മളെ നേരിട്ട് നോക്കി അഭിനയിക്കുന്ന സമയത്ത് ആള് വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും അഭിനയിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ അതിന് 10 ഇരട്ടി എഫക്റ്റ് ആണ് എന്നുള്ളത് നേരിട്ട് അഭിനയിച്ചപ്പോഴാണ് നിവിൻ മനസ്സിലായത്. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് തോന്നിപ്പോയി. അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ എല്ലാവരും നീതു, ഞങ്ങൾ ത്രൂ ഔട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കമ്പനിയായിട്ട് നടന്നിട്ടുള്ള ആൾക്കാരാണ്. നിശാന്തേട്ടൻ ഒരു പച്ചപാവം കോ ആക്ടർ. എങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും നന്നാവാനും ഇത്രയും പാവമായിട്ടിരിക്കാൻ പറ്റുന്ന അറിയില്ല. ഭയങ്കര നല്ലൊരു മനുഷ്യൻ. അങ്ങനെ കുറേ നല്ല മനുഷ്യന്മാരെ കൂടെ ഇടപഴകാൻ പറ്റി. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു ബ്യൂട്ടിഫുൾ സിനിമയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. Very good evening. Warm welcome to everybody who came here. Beyond Krishnan sir project, sir, really thankful that I've been part of your project. Extremely happy that ഇന്നത്തെ ഒരു വേദിയിലൂടെ നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾ എല്ലാവരുടെയും കൂടെ. Thank you so much for coming. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് വിവേകേട്ടൻ ത്രൂ തന്നെയാണ്. വിവേകേട്ടൻ ഇതുപോലെ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എലിസബത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, നീ ഒന്ന് സെറ്റായി ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓഡിഷന് പോയി. ഓഡിഷൻ അല്ല, സാറിനെ കാണാനാണ് ആദ്യം പോയത്. അപ്പം ആരുടെ ക്യാരക്ടർ എന്താണെന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായി ചെന്ന് നേരെ കാണുന്നത് സാറിൻ്റെ മുറിയിൽ ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് ഹലോ പറയുമ്പോഴാണ് ഞാൻ കാണുന്നത് കൃഷ്ണൻ സാറാണ് ഡയറക്ടർ. അങ്ങനെ സാർ പറഞ്ഞു എലിസബത്ത് എന്നാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. വേറെ ഒരു ഡീറ്റെയിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചെറിയൊരു ട്രയൽ റൗണ്ടും കഴിഞ്ഞ് ഞാൻ നേരെ ചെല്ലുന്ന സെറ്റിലേക്കാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താണ് എൻ്റെ ക്യാരക്ടർ, എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഫസ്റ്റ് എനിക്ക് താങ്ക് യു പറയാനുള്ളത് വിവേകേട്ടനോടും പിന്നെ ഈ ഒരു ക്യാരക്ടറിനെ വിശ്വസിച്ചേൽപ്പിച്ച ബിയോണ്ട് ഡിഫറൻസ് സാറിൻ്റെ അടുത്താണ്. എന്ത് വിശ്വസിച്ചാണെന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഭയങ്കര നല്ല രസമായിരുന്നു. ലൈക്ക് സെപ്റ്റംബർ മുതൽ നമ്മളിങ്ങനെ ഓരോ ദിവസം എക്സൈറ്റഡ് ആയിട്ട് സെറ്റിൽ പോയി ഓരോരുത്തരെ കാണുന്നു. ഞാനൊരു ബിഗിനർ എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. എസ്പെഷ്യലി ദേവദത്തേട്ടൻ ശാസ്ത്രനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ എന്നെ കംഫർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മണിമല രാജേട്ടൻ ഓരോ പ്രാവശ്യം ഓരോരോ നല്ല കോംപ്ലിമെന്റ് പറയുന്നായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു സന്തോഷം എന്ന് പറയുന്നത് ഓരോ ദിവസവും പോകാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന സാറിൻ്റെ ഓരോരോ കോംപ്ലിമെന്റ്സ് ആയിരുന്നു. അതുപോലെ നിവിൻ ചേട്ടൻ, എല്ലാവരും ഒരുപാട് താങ്ക് യു. എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് വേണ്ടപ്പുറത്തിൽ അഭിനയിക്കുന്നത്. മോഹൻചേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിലൊരു വേഷം ചെയ്യണം. വളരെ സന്തോഷം തോന്നി. ഞാൻ ഉണ്ണിയേട്ടനൊരു ചെല്ലാൻ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ അശ്വിൻ ചെയ്യും? ആ ഒരു മറുപടിയാണ് ആ വേഷം എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നത്. ഓരോ ദിവസവും സീനെടുക്കുമ്പോൾ
ഉണ്ണിയേട്ടനോട് മാത്രമല്ല കൂടെയുള്ള അസോസിയേറ്റും അസിസ്റ്റൻസും മറ്റേ ഹെൽപ്പ് ചെയ്തവരും എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും ഞാൻ ചോദിക്കും ഓക്കെയാണ്, ഓക്കെയാണ്. ഉണ്ണിയേട്ടനൊക്കെ എല്ലാവരും പറയും ഓക്കെയാണ്. അപ്പോൾ എനിക്ക് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു, ഇത് ശരിയാവോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിയാൽ നമ്മൾ ആ മോണിറ്ററിൻ്റെ മുമ്പ് നിന്ന് എഴുതിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് മൈക്ക് കൂടി പറയാതെ അടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും കൂടി ചെയ്തേക്കാം, ഒന്ന് ആക്കിയേക്കാം എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ അപ്പം തന്നെ ഇങ്ങനെയാണ് ഞാൻ അവരേക്ക് അത് മതി. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ത്രില്ലിലാണ് ഞാൻ ഈ വേഷം ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു വേഷമാണ്, പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഇത് ചെറിയ വേഷം ചെയ്തവർക്ക് പോലും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു വേഷം എനിക്ക് കിട്ടിയതിൽ ഞാൻ സർവേശ്വരനോടും മാത്രമല്ല ഉണ്ണിയേട്ടനോടും ബാക്കി എൻ്റെ പിന്നിൽ വിളിച്ച ഗോവിന്ദ് സാറിനോടും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പടം ഒരു വൻ വിജയമാക്കേണ്ടത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരുമാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ വീഡിയോ ഫിലിമിൽ വരാനും നിങ്ങളുടെ വർത്തമാനം ചെയ്യാനും കഴിഞ്ഞതിൽ. പക്ഷെ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്, വലിയ സ്നേഹമുള്ളതാണ്. ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന ആളാണ്. പക്ഷേ ഏതോ കാലത്ത് അതെല്ലാം തള്ളിപ്പോയി. അതിൻ്റെ അവസരം ഇപ്പോൾ വന്നത് ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇതിലും മിടുക്കനായൊരു നല്ലൊരു സംവിധായകൻ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചത് ഇത്രയും സമാധാനപരമായ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ഇവരുടെ പ്രാക്ടീസിൽ നിന്ന് എന്നാക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ അത് നടത്തിയിട്ടുള്ളത് വലിയ സന്തോഷം. കാരണം ആ വിളിക്കുന്നത്, കാരണം ഫെബ്കാനെ പോലത്തെ ഇത്രയും നല്ല ഒരു സംഘടനയുടെ സെക്രട്ടറി ഇത്ര കൊല്ലം അത് ചെയ്ത് നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാണ് വിളിക്കനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ട മോഹൻലാലിൻ്റെ പേര് പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അപ്പം അങ്ങനെ ആദ്യത്തെ നിങ്ങൾ പറയപ്പെടും. അപ്പം തന്നെ അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടായി. പിന്നെ ഓരോ പ്രവർത്തനത്തിലും ഫെബ്കയിൽ ക്ഷണിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ബഹുമാനമാണ്. തീർച്ചയായും ഞങ്ങളായിട്ടുള്ളൊരു കൂട്ട് ഇത് തീർച്ചയായും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മോഹൻലാൽ സാർ അതെന്തോ ഒരു ശക്തിയാണ്. നമുക്ക് മനുഷ്യങ്ങളെന്ന് പെടാൻ പറ്റില്ല. സൂര്യ ഭഗവാനെ പോലാണ് വെള്ളം. കാരണം അതങ്ങനെയാണ് അതിൻ്റെ ശക്തി. അതാണ് അതിനെപ്പറ്റി വർണ്ണിച്ചാലൊന്നും ഞാൻ എത്രയോ ആളുകൾ നല്ല രീതിയിൽ വർണ്ണിച്ച് കഴിഞ്ഞാലാണ് ഞാൻ അതിൻ്റെ അർത്ഥമില്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-40 കൊല്ലം മുമ്പേ ബന്ധമുള്ള മദ്രാസിൽ നിന്ന് സിനിമ അഭിനയിക്കാൻ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പുറത്തെല്ലാം ചെന്ന് നോക്കും, ഇദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫാദറിലും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ബാലാജി സാർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സണ്ണിലും ആണ് എന്നും മാത്രമല്ല മോഹൻലാൽ ഒരു വളർന്നു വരുന്ന നല്ലൊരു കലാകാരനാകുന്നതിന് അന്നത്തെ ആ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ വളരെ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ നടനായി സൂര്യനെ പോലെ ജനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. എന്നും ഈ കലാരംഗത്തിൽ സിനിമാ രംഗത്തിൽ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ അതിൻ്റെ കൂടെ ഒരാളുണ്ട്, ആന്റണി. ഞാൻ പറയുന്നതിനും ഒരു വിഷമമില്ല, കാരണം ഞാൻ പറയാനുള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും സഹിക്കും. അത് ആനന്ദ് പാപ്പാണ്. ഈ ആനേനെ ക്ഷണിക്കണമെങ്കിൽ പാപ്പ മാത്രമേ സാധിക്കൂ, അടുത്താരും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രോഗ്രാം ആന്റണിയെ പറ്റി ഞാൻ പറയുന്നത്. തെറ്റിനെ ക്ഷമിക്കണം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണി പാപ്പാനുള്ള ഒരു ബന്ധം ഇത് വലിയ ഐക്യമാണ് അവർ. ആ ബന്ധം
എന്നും നിലനിർത്തട്ടെ. അതിലൂടെ പല കാര്യങ്ങളും എടുക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിവിൻ പോളി, അതായത് നമ്മുടെ കായംകുളം കൊച്ചിൽ നിന്ന് പടത്തിൽ കൂടി എനിക്ക് നല്ല പേരുണ്ടാക്കി തന്ന ഒരാളാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ കുറെ കാലം കൊണ്ട് പിന്നെ കൂടുതൽ അടുപ്പിലേക്ക് അടുത്തടുത്ത് ഞങ്ങൾ വന്നപ്പോൾ അവസാനം ഉണ്ണികൃഷ്ണന്റെ പടത്തിൽ അദ്ദേഹം വന്നപ്പോൾ വലിയ സന്തോഷമായി. അതേ നല്ല രീതിയിൽ അതായത് അത്രയും പേരെടുത്ത ഒരാൾ ഇത്തിരി നല്ലൊരു കലാകാരൻ ഇതിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷ കഴിയിച്ചു. അതുപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണി വിജയിച്ച മാറ്റം ഇതും വിജയിക്കും. അത് എന്ത് ഞാൻ വിശ്വസിക്കാം. പിന്നെ ബാലചന്ദ്രൻ വരാത്തതിൽ വലിയ സങ്കടമുണ്ട്. കാരണം അദ്ദേഹത്തെ ആഗമനം വലിയ സന്തോഷമുണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് കാലഘട്ടം പോലെ തന്നെ പരിചയമുള്ള ഒരാളാണ് മദ്രാസിൽ. അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നതിൽ വലിയ സങ്കടമുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നും അയാൾ ഓർക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കലാലോകത്തിൽ അന്നും അശോകൻ ഇങ്ങനെ തന്നെയാണ്, ഇന്നും അദ്ദേഹം ഇങ്ങനെ തന്നെ, ഒരു മാറ്റങ്ങളില്ല. ഒരു നല്ല കലാകാരൻ, സമയത്തിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരൻ, നല്ല മകനും നല്ലൊരു കലാകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഒരു കലാലോകത്തിലെ ഒരു ഗുരുനാഥൻ എന്ന പോലെ നമുക്ക് അത് അനുസരിക്കരുത്. പിന്നെ നമ്മുടെ ഗസ്റ്റായി നമ്മുടെ BGP സർ ബഹ്റ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. പറയാനും ഇവിടെ എല്ലാ കലാകാരനും കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. ഈ സിനിമ വിജയിക്കാനും ഇതിനു വേണ്ടി ഇത് എത്രയോ പേര് ജോലി ചെയ്തിട്ടുണ്ട്, നിറയെ ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് നിർത്തട്ടെ. നന്ദി. മഹാനടൻ മോഹൻലാൽ, മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, ഒപ്പം അദ്ദേഹത്തിന് ഉപഹാരം സമ്മാനിക്കുന്നതിനായി ശ്രീ ഗോകുലം മൂവീസിന്റെ അമരക്കാരൻ ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീ B ഉണ്ണികൃഷ്ണൻ, ശ്രീ സിബി മലയിൽ, ഒപ്പം ഈ ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ ശ്രീ ഗോകുലം മൂവീസിന്റെ ശ്രീ കൃഷ്ണമൂർത്തി, RD ഇലുമിനേഷൻസിന്റെ മിസ് ദുർഗ ഉണ്ണികൃഷ്ണൻ എന്നിവരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹത്തിന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള ഇങ്ങനൊരു വേദിയിലേതാണ്. അപ്പോൾ അവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെയും ചേംബറിൻ്റെയും ഒക്കെ ഭാരവാഹികൾ ഒന്ന് വരുന്നത് നന്നായിരിക്കും. നിവിൻ, ഷറഫിനും ഒക്കെ വരാം. വേറെ സാറും വരും. വരും സാർ. ആന്റണി, എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി താങ്ക് യു. ലാൽ സർ ദയവായി തുടർന്നും വേദിയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അതിഥികളും നിർവഹിക്കുന്ന ഈ സിനിമയുടെ പേരും ട്രെയിലറും പുറത്തിറക്കുന്നു. അത് നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ലാൽ സാറാണ്. അതിലേക്കായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഉണ്ണിയേട്ട പ്ലീസ്. പ്രതിച്ഛായ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ജോണറിൽ ഒരു ചിത്രം വരുമ്പോൾ ഇതിനെക്കാട്ടിലും മികച്ച മറ്റൊരു പേരുണ്ടോ എന്ന് സംശയമാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതിൽ ആൻസറിന് എന്താണ് ഈ അവസരത്തിൽ സംസാരിക്കണമെന്ന് കേൾക്കാൻ തന്നെയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം നമ്മളോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സായനം നേരുന്നു. ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം. വളരെ മനോഹരമായ ഒരു ട്രെയിലർ. എക്സലന്റ്. ഉണ്ണികൃഷ്ണൻ, കൺഗ്രാറ്റുലേഷൻസ്. സിനിമയുടെ പേര് പ്രതിച്ഛായ. അങ്ങയുടെ പ്രതിച്ഛായക്ക് ഒരു മങ്ങലും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല, പേടിക്കേണ്ട. അത്രയും മനോഹരമാണ്. കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ 5 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെയാണ്. പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ മോശക്കാരെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ്. 2-3 ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇമോഷൻസ്, അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ്. അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. പക്ഷെ ബാലചന്ദ്രൻ മേനോൻ, അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ട്, എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം, കളിയിലേറെ, അതുപോലെ 2-3 സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ, അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാനം ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ ഫിലിമാണ്. ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം ഓഡിഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ ഏറ്റവും വളരെ ഒരു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാകാം വളരെ ശ്രദ്ധിച്ചാണ് ഒരു കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ. ഇതായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിച്ഛായ അമേസിംഗ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. മലയാളിക്ക് ഒട്ടനവധി ക്ലാസിക്കുകൾ സമ്മാനിച്ച തൻ്റെ സിനിമകളിലൂടെ മലയാളികളുടെ കണ്ണും മനസ്സും ഒക്കെ നിറച്ച സിബി സാറിനെ നമസ്കാരം. പ്രതിച്ഛായ വളരെ പ്രതീക്ഷയോടുകൂടി ഉണ്ണി ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും അദ്ദേഹം വലിയ പ്രതീക്ഷ ഈ സിനിമയെക്കുറിച്ച് നമ്മളോട് പങ്കുവെക്കാറുണ്ടായിരുന്നു. എനിക്കത് ഉണ്ണി ഇത്രമാത്രം എഫേർട്ട് എടുത്ത് ഇത്ര നീണ്ട ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി മാറും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്, ബോധ്യമുണ്ട്. അതങ്ങനെ സംഭവിക്കട്ടെ. പ്രതിച്ഛായയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.
ശ്രീ വി ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ. ഈ ടൈറ്റില് എന്താണെന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയായിരുന്നു. കാരണം വെച്ചാൽ സാധാരണഗതിയിൽ ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഒരു ടൈറ്റിൽ പിന്നീട് ലോഞ്ച് ചെയ്യപ്പെടുക. പക്ഷേ ഉണ്ണി അത് ഒളിച്ചു വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ ആ ടൈറ്റിൽ ലോഞ്ച് ചെയ്തു. ഈ സിനിമ പറയുന്നത് രാഷ്ട്രീയമാണ്. ഒരുപാട് രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയം. പക്ഷേ രാഷ്ട്രീയത്തിലെ സിനിമ എന്ന് പറയുന്നത്, ഞാൻ ആ ഒരു വാക്ക് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ഇന്ന് മലയാള സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ എത്തിച്ചു തരുന്ന ഗോപാലേട്ടൻ, ആന്റണി, ഒട്ടനവധി നിർമ്മാതാക്കൾ ഇവിടെയുണ്ട്. നമ്മളുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് വ്യവസായത്തിലും പോലെ ഏറ്റവും കൂടുതൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. സിൻടാക്സ് എന്ന് പറയുന്ന ടൊബാക്കോയും ഗ്യാംബ്ലിങ്ങും ഒക്കെ 40% ആകുമ്പോൾ മലയാള സിനിമ ഇന്ന് ടാക്സ് ചെയ്യപ്പെടുന്നത് 48%. അപ്പോൾ അതിൻ്റെ എല്ലാം ചർച്ചകൾ ഇപ്പോൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സിനിമയുമായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ വരുന്നു. ലാലേട്ടൻ പറഞ്ഞ പോലെ ശ്രീ ഉണ്ണികൃഷ്ണന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം ഇതിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല. ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഇന്ന് ചുമത്തപ്പെട്ടിട്ടുള്ള ഈ അതിഭീകരമായ ഒരു ടാക്സേഷൻ സമ്പ്രദായത്തിന് ഒരു ഇളവ് കൂടെ ലഭിക്കും എന്ന് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. പ്രതിച്ഛായയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണന്റെ പുതിയ ചിത്രമായ പ്രതിച്ഛായയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിയുടെ ഏറ്റവും പുതിയ സിനിമയായ പ്രതിച്ഛായ, നിവിൻ അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെറുപ്പത്തിലാണ് ആൾക്കാർ കൂടുതൽ റിസ്ക് ഒക്കെ എടുക്കുക. ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ പ്രായമായപ്പോഴാണ് കൂടുതൽ റിസ്കുകൾ എടുക്കുക. ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് മലയാള സിനിമയെ ഇന്ന് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഗോപാലേട്ടൻ. ഒരു നിർണായക സമയത്തിലൂടെ ഇടയ്ക്ക് സിനിമ ഇൻഡസ്ട്രി കടന്നുപോയപ്പോൾ ഗോപാലേട്ടൻ വലിയ കരുത്തായിരുന്നു. വളരെയധികം സന്തോഷം. സാധാരണ ഒരുപാട് ആളുകൾ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് പല പല കാര്യങ്ങളെ പല പല ആളുകളെ ബാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേണം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ എടുത്താണ് ഉണ്ണിയേട്ടൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടന് ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കണം. നന്ദി. ഇന്ന് ഇത്തിരി മാന്യത കാണിക്കണമെന്ന് ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം എത്ര നിയന്ത്രിച്ചാലും അത് വെളി വരുന്നതുകൊണ്ട് നമുക്ക് പുറത്തുവിടാം. താങ്ക് യു. ഇനി നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. കാര്യം ഉണ്ണിയേട്ടൻ്റെ ഈ സിനിമ എന്നല്ല, ഉണ്ണിയേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നോടും ലാൽ സാറിനോടൊക്കെ എപ്പോഴും ചർച്ച ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറും മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ മോഹൻലാൽ സാറും ശരിക്കും ഈ സിനിമയുടെ ഈ 17-ാം തീയതി എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പല പ്രാവശ്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ലാൽ സാറിനും എനിക്കും എൻ്റെ കുടുംബത്തിലെ ഒരു മെമ്പർ പോലാണ് ഉണ്ണിയേട്ടൻ. കാര്യം ഞങ്ങളുടെയും യാത്രയിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ഉണ്ണിയേട്ടൻ ചെയ്യുന്ന ഈ സിനിമ ഏറ്റവും വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സിനിമയാണ്. അതുപോലെ ഗോപാലൻ സാർ, വലിയ സന്തോഷം. കാര്യം എൻ്റെ കൂടെയും ചേർന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. ഗോപാലൻ സാർ ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിയായ സ്നേഹമുണ്ട്. അതുപോലെ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഉണ്ണിയേട്ടനും ഈ സിനിമയുടെ യാത്രയിൽ പല വിശേഷങ്ങളും പറയുന്ന സമയത്തും ഗോപാലൻ സാറിനെ കുറിച്ച് വളരെ സന്തോഷകരമായി സംസാരിക്കുന്നു. പ്രത്യേകിച്ചും കൃഷ്ണമൂർത്തിയെക്കുറിച്ചും ഒരുപാട് സംസാരിക്കാറുണ്ട്. അപ്പോൾ തുടർന്നും ഈ ഒരു കൂട്ടുകെട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ബഹുമാനപ്പെട്ടവർക്കും നമസ്കാരം. ഈ ഏറ്റവും അവസാനത്തേക്ക് സംസാരിക്കാൻ മയക്ക് തരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ എനിക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഇരുന്നിട്ട് ഉണ്ണി സാറിനോട് ഞാൻ ചോദിച്ചതാണ് ഈ സിനിമയിലെ കഥാപാത്രം. അത് ഇതുപോലെ ഉണ്ണി സാറിന്റെ തൊട്ടടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അടുത്ത പടം നിവിൻ പോളിനെ വെച്ചാണെന്ന് കേട്ടു, എനിക്ക് സാധ്യമായ എന്തെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിവിനും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം 10 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോ അങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം നന്ദി സർ. ബാക്കിയെല്ലാം സിനിമയിൽ ഉണ്ടാവും, വേറെ ഒന്നും സംസാരിക്കാനില്ല. തീർച്ചയായും ലാലേട്ടനൊക്കെ ഉള്ളൊരു വേദിയാണ്, അത്രയും ധൈര്യമായിട്ട് സംസാരിക്കാനില്ല. ഗോകുലം ഗോകുലൻ സർ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണെന്ന്. അപ്പൊ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ നിവിൻ പോളിയെ നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത്. ഉണ്ണിച്ചേട്ടനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു സിനിമയാണെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്ത ആ റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛൻ്റെയും ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിനകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപാലൻ സാർ, ഒരുപാട് സന്തോഷം. കൊച്ചുണ്ണി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു. ഇന്ന് വന്നതിനും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്ത സമയത്ത് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിന്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടൻ്റെ. ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞ കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പടം ചെയ്തത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനുമായിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ പടം കാണണം. താങ്ക് യു. താങ്ക് യു നിവിൻ. അടുത്തതായി ഈ സിനിമയുടെ അമരക്കാരൻ ശ്രീ ഉണ്ണികൃഷ്ണൻ V. അദ്ദേഹം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എഴുത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് പ്രതിച്ഛായ. നമ്മളോട് സംസാരിക്കാനായി അദ്ദേഹത്തെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 14 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനിമ 100 ദിവസത്തിൽ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അത് പ്രതിച്ഛായ എന്ന സിനിമയാണ്. 6000-7000 പേര് വരെ പങ്കെടുത്ത സീക്വൻസുകൾ ഇതിലുണ്ടായിരുന്നു. ഒട്ടനവധി ലൊക്കേഷനുകളുണ്ടായിരുന്നു. പല ലൊക്കേഷനും വളരെ വൈഷമ്യം പിടിച്ച ലൊക്കേഷനുകളായിരുന്നു. അപ്പോൾ ആ സിനിമ പൂർത്തിയായി
ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന ഈ വേളയിൽ എനിക്ക് പ്രവർത്തിച്ചവരെ ഈ വേദിയിലേക്ക് വിളിക്കണമെന്ന് എൻ്റെ ഡയറക്ഷൻ ടീം മുഴുവനും ഈ വേദിയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ചന്ദ്രമോഹൻ, എഡിറ്റർ മനോജ്, മ്യൂസിക് ഡയറക്ടർ കമ്പോസർ ജസ്റ്റിൻ വർഗീസ്, സൗണ്ട് ഡിസൈനേഴ്സ് സിദ്ധാർത്ഥ് ആൻഡ് ശങ്കരൻ, സൗണ്ട് മിക്സ് ചെയ്യുന്ന വിഷ്ണു സുജാതൻ, കളറിസ്റ്റ് ശ്രീഖു വാര്യർ, പ്രൊഡക്ഷൻ കൺട്രോളർ അരുമ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ, ആർട്ട് അജി, ഫിനാൻസ് കൺട്രോളർ അനിൽ, മേക്കപ്പ് റോണിക്സ് പോയോ എന്ന് സംശയമുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകുന്നു, കോസ്റ്റ്യൂം ചെയ്ത സിജി, ഡിസൈൻ ചെയ്യുന്ന യെല്ലോ ടൂത്ത് വിമൽ, ഈ സിനിമയുടെ PR ആയിട്ടുള്ള സതീഷ്, ഫോക്കസ് പുള്ളർ സുജീഷ്, അദ്ദേഹം ഏതോ വർക്കിലാണ്, VFX ചെയ്യുന്ന അശ്വിൻ, ഇതിൻ്റെ ഒരു AI റിലീസ് ചെയ്ത അജ്മൽ, പിന്നീട് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച നിരവധി തൊഴിലാളികളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയ പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് യൂണിയൻ ഉണ്ട്. അവരുടെ പ്രതിനിധി രാജേഷ്, ഡ്രൈവേഴ്സിനെ പ്രതിനിധീകരിച്ച് അനിൽ, ജിപ്പ് ഓപ്പറേറ്റർ ആയിട്ടുള്ള സൂരജ്, പാൻ ഓപ്പറേറ്റർ രാജേഷ്, യൂണിറ്റിൽ നിന്ന് ദിലീപ്, ക്യാമറയിൽ നിന്ന് അനൂപ്, ആർട്ട് അസിസ്റ്റന്റ് ദീപു, മേക്കപ്പ് അസിസ്റ്റ് ചെയ്ത വിഷ്ണു, കോസ്റ്റ്യൂം രജനി, ഹെയർ സ്റ്റൈലിസ്റ്റ് ഷബ്ന, സ്റ്റിൽ ചെയ്ത അമൽ, DOPയുടെ അസോസിയേറ്റ് ലോകേഷ്, മേക്കിംഗ് വീഡിയോ ചെയ്ത വിഷ്ണു, സ്പോട്ട് എഡിറ്റ് ചെയ്ത മനു, ലൊക്കേഷനിൽ സൗണ്ട് ചെയ്ത മിഥുൻ, മാനേജേഴ്സ് ആയിട്ടുള്ള രാജു അരോമ, ഹംസീർ പ്രസാദ്. ഇവരോടൊപ്പം എനിക്ക് ഇതിനകത്തൊരു ക്രിയേറ്റീവ് ടീം ഉണ്ടായിരുന്നു. അത് ഷാരിസ് മുഹമ്മദ്, ഷാരിസിന് വരാം, ദേവദത്ത് ഷാജി, മുഹമ്മദ് ഷാഫി ആൻഡ് സ്റ്റെഫി സേവിയർ. ഇത്രയും പേര് ദൈവം. കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധ്, ഞാൻ വിളിക്കാൻ മറന്നുപോയി, വിവേക് കൂടി പറഞ്ഞു. വിവേകില്ലേ? ഞാൻ ഇത്രയും ആളുകളെ ഇവിടെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഈ സിനിമ എത്രത്തോളം പണിപ്പെട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഇതിനു മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞു. അവരെല്ലാം എൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ ഈ സിനിമ എൻ്റെതല്ല, ഇവരുടേതാണ്. ഇവരില്ലെങ്കിൽ സംവിധായകനില്ല, നിവിൻ പോളിയില്ല, ഷറഫുദ്ദീൻ ഇല്ല, ബാലചന്ദ്രനില്ല, ആരുമില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന KG ജോർജ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ എന്നോട് പറഞ്ഞു, ഒരു സംവിധായകൻ ചെയ്യേണ്ടത് യു ഷുഡ് നോ ഹൗ ടു യൂസ് അതേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംവിധായകനാവാം എന്നാണ്. അപ്പോൾ ഇത്രയും ടാലൻറ്റുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയുടെ കൈവപ്പ് ഇവർക്കുള്ളതാണ്. ഇവരെ സല്യൂട്ട് ചെയ്യുന്നു. സാധാരണഗതിയിൽ സിനിമയുടെ ലോഞ്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പോസ്റ്ററിലെല്ലാം ഇതിലെ പ്രധാനപ്പെട്ട സാങ്കേതിക പ്രവർത്തകരുടെ പേരാണുള്ളത്. പക്ഷെ ഇവിടെ ഒരിക്കലും ലൈവ് ലൈറ്റിൽ വരാത്ത സിനിമയിൽ പണിയെടുക്കുന്നവരുടെ പ്രതിനിധികൾ ഉണ്ട്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പേർ ചേർന്നാണ് മലയാള സിനിമ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓർക്കും. ഞാൻ ഒരിക്കൽ ശ്രീ കമൽഹാസൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വാഹിനി സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോ തുടങ്ങിയ സ്റ്റുഡിയോകളിൽ തമിഴ്നാട്ടിലെ വേനലിൽ
അന്ന് AC ഫ്ലോറില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആസ്പെക്ട് ഷീറ്റാണ് മുകളിലിട്ടിരിക്കുന്നത്. മുകളിൽ ലൈറ്റ് ഹോൾഡ് ചെയ്ത് ഔട്ട്ഡോർ വർക്കേഴ്സ് ഉണ്ടാവും. ആസ്പെക്ടോസിന് താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ലൈറ്റിൻ്റെ ചൂട്. അവര് കുടുകുട വിയർത്തൊഴുകും. താഴെ ഷോട്ടിൽ നിൽക്കുന്ന എൻ്റെ ദേഹത്ത് അവരുടെ വിയർപ്പ് തുള്ളികൾ വീഴും എന്നാണ് കമൽഹാസൻ പറയുന്നത്. തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഉപ്പ് വീണാണ് ഓരോ താരവും ഉണ്ടാകുന്നത് എന്നതാണ് സത്യം. അത് മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരവും നടനുമായ ശ്രീ മോഹൻലാൽ സാറിന് മുമ്പിൽ വെച്ച് തന്നെ പറയാൻ ഈ വേദി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ കേട്ടോ, അങ്ങനെയുള്ളവർ നിന്നു പോകും. 2019 ഞാൻ ഈ സിനിമയുമായിട്ടുള്ള യാത്ര തുടങ്ങിയത്. ഞാൻ ഷാരിസിനെ ഇവിടെ നിർത്താൻ കാരണം 2019 ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു. 2019 ഷാരിസ് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഷാരിസിനോട് പറഞ്ഞത്, ഈ കഥയിലെ ഒരു പർട്ടിക്കുലർ മുഹൂർത്തം എന്നെ വല്ലാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഷാരിസിന്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഷാരിസിനോട് ചോദിച്ചു, ഇത് ഞാൻ എഴുതിക്കോട്ടെ. അയാൾ ഏറ്റവും ഭംഗിയായി സ്ക്രിപ്റ്റ് എഴുതുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ, ആ ഒരു മുഹൂർത്തം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു അനുവാദം ചോദിച്ചു, ഞാനിത് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. ഞാൻ ആ തിരക്കഥ എഴുതി അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി എന്നുള്ളത്. 2019 ഞാൻ തുടങ്ങിയ യാത്ര ഞാൻ പല വഴികളിലൂടെ പോയി. അത് ഒരുപക്ഷെ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നതാണ് നല്ലത്. ആ വഴികളിൽ ഒരു വഴി നിവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയായി. പക്ഷേ ഈ നിവിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വലിയ പാടുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറേ സംസാരങ്ങൾ നടന്നു. പിന്നെ ഞാൻ വേറെ സിനിമകളിലേക്ക് പോയി. പിന്നീട് ഞാൻ ഈ സിനിമയിലേക്ക് തിരിച്ചു പോയി. അതിൽ ലിസ്റ്റിന് വലിയൊരു റോളുണ്ട്. അതൊക്കെ നമുക്ക് സിനിമയ്ക്ക് ശേഷം പറയാം. ലിസ്റ്റിന് അതൊക്കെ ഇവിടെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ആ സിനിമ സംഭവിക്കാൻ കാരണം ഞാൻ നിവിനെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിവിനോട് ചോദിച്ചു, നമുക്ക് ഉടനെ ഈ സിനിമ ചെയ്താലും. നിവിൻ പറഞ്ഞു, നമുക്ക് ആ സിനിമ ചെയ്യാം. അങ്ങനെ 2019 തുടങ്ങിയ ഇതിന്റെ തിരക്കഥ അനവധി ഡ്രാഫ്റ്റുകളിലൂടെ ഇന്നത്തെ തിരക്കഥയായി മാറുകയാണ് ചെയ്തത്. 2019 എഴുതിയ തിരക്കഥയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ് നിവിനിലേക്ക് ഇത് എത്തുന്നത്. അപ്പോൾ ഞാൻ പേപ്പറിൽ കണക്ക് കൂട്ടിയപ്പോൾ അതിഭീമമായ ഒരു ബഡ്ജറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്തു വന്നാലും ഈ സിനിമ അതിൻ്റെ വിധി എന്തായാലും അതിൽ പകുതി എനിക്ക് വേണം, ലാഭമായാലും നഷ്ടമായാലും എന്ന് ഞാൻ തീരുമാനിച്ചു. ബാക്കി പകുതി ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഞാൻ വലിയ ദൈവവിശ്വാസിയല്ല, പക്ഷേ ദൈവവിശ്വാസികൾ പറയുമല്ലോ, ഓടക്കുഴലുമായിട്ട് ഉണ്ണികൃഷ്ണൻ നിൽക്കും എന്ന് പറയുന്നത് പോലെ ഓടക്കുഴലാണ് ശ്രീ ഗോപാലൻ സാറിൻ്റെ എഴുതത്തിലുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൃഷ്ണമൂർത്തി വിളിച്ചു, ഗോപാലേട്ടനെ വിളിച്ചു. അപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞു, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കൃഷ്ണമൂർത്തിയെ കണ്ട് ഇതിൻ്റെ കഥ പറയാൻ പോയപ്പോൾ, ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരിടത്തും പറയാൻ പറ്റില്ല, ഗോപാലേട്ടൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ കഥ കേട്ട് കഥ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ണികൃഷ്ണനെ കൈ തന്നാൽ അത് ശരിയാവില്ല. കഥ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇത് ചെയ്യുന്നു ഞാൻ എന്നുള്ളൂ. അത് ഗോപാലേട്ടൻ എന്നോട് കാണിച്ച വലിയ സ്നേഹവും വിശ്വാസമാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞു, അദ്ദേഹം മനസ്സമാധാനത്തോടു കൂടിയാണ് ഈ സിനിമ പൂർത്തിയാക്കിയത് എന്നുള്ളത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആരോഗ്യ ചികിത്സാ പദ്ധതിയിലേക്ക് ഫെഫ്റ്റയിലേക്ക് ഓടി ചെല്ലുമ്പോൾ പൈസ വാരിക്കോരി തരുന്ന ഒരാളാണ് ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ ഇത്തവണ ഞാൻ വരും. ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൃഷ്ണമൂർത്തി നോക്കുകയും ചെയ്യും. അപ്പോൾ ഗോപാലേട്ടൻ വളരെ വലിയ സന്തോഷം ഗോപാലേട്ടൻ ഒപ്പം നിന്നതിന്. അതുപോലെ തന്നെ കൃഷ്ണമൂർത്തി എടുത്തു പറയേണ്ട പേരാണ്. എനിക്ക് എപ്പോഴും ഒരു സഹോദര തുല്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത കൃഷ്ണമൂർത്തി. പിന്നെ ഞാൻ ചില പേരുകൾ പറയും. ഒന്ന് ആന്റണി പെരുമ്പാവൂർ, എൻ്റെ സഹോദരനാണ് ആന്റണി പെരുമ്പാവൂർ. ലിസ്റ്റിൻ വേണുകുന്നപ്പള്ളി, എൻ്റെ സുഹൃത്ത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളുണ്ട്. ഈ 3 പേരുടെയും പേര് പറയാൻ, ഈ 3 പേരും എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ.
ആ 3 പേർക്കും ഞാൻ നന്ദി പറയുന്നു. അവരുടെ വളരെ ടൈംലി ആയിട്ടുള്ള ഹെൽപ്പ് എന്നെ ഈ സിനിമയിൽ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. പിന്നെ ഒട്ടനവധി അനുമതികൾ ഈ സിനിമയ്ക്ക് വേണമായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് 5000 പേരെ വെച്ച് ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് ജയചന്ദ്രൻ, മംഗളത്തിലെ ജയചന്ദ്രന് ഞാൻ നന്ദി പറയുന്നു. ബെഹ്റ സാർ എന്തിനും എപ്പോഴും ഒരു ഫോൺ കോളിൽ അവൈലബിൾ ആയിട്ടുള്ള ആളായിരുന്നു. സാറിനും നന്ദി. ഒപ്പം ഇതിൻ്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എൻ്റെ കൂടെ ഷാരിസിനോടൊപ്പം വർക്ക് ചെയ്യുന്ന 3 പേരുണ്ട്. ഒന്ന് ദേവദത്ത് ഷാജിയാണ്, മറ്റൊന്ന് മുഹമ്മദ് ഷാഫിയാണ്, മറ്റൊന്ന് സ്റ്റെഫി സേവിയറാണ്. ഈ 3 പേരാണ്. ദേവദത്ത് ഷാജി ഭീഷ്മപർവം, ധീരൻ തുടങ്ങിയ പടങ്ങളിലൂടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലായിരുന്ന മെറ്റൽ പ്രൂവ് ചെയ്ത ആളാണ്. അതുപോലെ മുഹമ്മദ് ഷാഫി കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ചെയ്താണ്. സ്റ്റെഫി എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സഹപ്രവർത്തകയല്ല, ഷീസ് ഓൾമോസ്റ്റ് മൈ ഫാമിലി മെമ്പർ. എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാവുന്ന ആളാണ് സ്റ്റെഫി. സ്റ്റെഫി കോസ്റ്റ്യൂം ഡിസൈനർ മാത്രമല്ല, മികച്ചൊരു സംവിധായകയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആളുകളോടെല്ലാം ഞാൻ ഇതിലെ തിരക്കഥ ഇതിൽ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം പല ആവർത്തി ഇത് വായിച്ചു നോക്കും. അവരോട് ഇത് വായിച്ചു പറയും, ഞാൻ നരേറ്റ് ചെയ്യാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചിട്ടുണ്ട്, തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ എഴുത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ എനിക്ക് ഉടനീളം എൻ്റെ കൂടെ നിന്ന് ഇന്ധനം പകർന്നവരാണ്. അവർക്ക് വലിയ നന്ദിയുണ്ട്. പിന്നെ ഇന്ന് ഈ ട്രെയിലർ ലോഞ്ച് പ്രിയപ്പെട്ട മോഹൻലാൽ സാർ, അദ്ദേഹത്തിന് ഇങ്ങനത്തെ വേദിയിലാണ് ഞാൻ സാർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഉള്ള സ്നേഹവിനിമയം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അദ്ദേഹവുമായിട്ട് അഗാധമായിട്ടുള്ള വ്യക്തിബന്ധം എനിക്കുണ്ട്. എൻ്റെ ഈ സിനിമയുടെ പല കാര്യങ്ങളും പല ഘട്ടങ്ങളിലും ഞാൻ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമ പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹമല്ലാതെ മറ്റാരും അത് ചെയ്യാൻ എൻ്റെ മനസ്സിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരക്കുകൾക്കിടയിൽ ഓടി വന്നു. സർ, വലിയ സന്തോഷം. ഇനി പറയേണ്ടത് ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ചാണ്. ഞാൻ നിവിനെ കുറിച്ച് പറഞ്ഞു. നിവിൻ, ആദ്യമായിട്ടാണ് ഞാൻ നിവിനുമായിട്ടൊരു സിനിമ ചെയ്യുന്നത്. നമ്മൾ നിവിൻ വളരെ ലേസി ആയിട്ടാണ് ഒരു സീൻ ചെയ്യുന്നതെന്ന് തോന്നും. നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ എന്നിട്ട് ഞാൻ പോകുമ്പോൾ ഈ മൈക്കുള്ളതുകൊണ്ട് എനിക്ക് പലതും കേൾക്കാമല്ലോ. അപ്പോൾ നിവിൻ പറയും, സാർ അങ്ങനെയൊക്കെ പറയും, നീ ഒന്ന് പ്രോംപ്റ്റ് ചെയ്തേക്ക്. പക്ഷേ ടേക്കിൽ അയാൾക്കൊരു മാജിക് ഉണ്ട്. നമ്മൾ ആരും കരുതാത്ത ഒരു മാജിക് ടേക്ക്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രേറ്റ് ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ മാജിക്കിന്റെ എപ്പിറ്റിൽ എന്ന് പറയുന്നത്, ഗിരിശൃംഗം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലാണ്. ഒരിക്കലും ഞാൻ സംവിധാനം ചെയ്ത സിനിമകളിലെ വിഷ്വൽസ് കണ്ടപ്പോൾ, വില്ലനിലെ വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഐക്കോണിക് ആയിട്ട് ആളുകൾ പറയുന്ന ആ ഷോട്ട് അദ്ദേഹം എങ്ങനെയാണ് ചെയ്തതെന്ന്. ഉടനീളം തമാശ പറഞ്ഞ് ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ഷോട്ട് ചെയ്തിട്ട് അതിൽ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും എനിക്ക് അദ്ദേഹം അവസരം തന്നിട്ടില്ല. ഓടി ചെന്നപ്പോൾ കെട്ടിപ്പിടിച്ച് എൻ്റെ ചെവിയിൽ ഒരു തമാശ പറഞ്ഞു. ആ തമാശ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മാജിക് അദ്ദേഹത്തിനുണ്ട്. നിവിനും അങ്ങനെ ഒരു സർഗശേഷിയുണ്ട്. ടേക്കിൽ അയാൾക്ക് ഒരു എക്സ്ട്രാ സംതിങ് വരുന്നുണ്ട്. ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, നിവിൻ ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. അതുകൊണ്ട് സിനിമ പിന്നെ ഞാൻ നേരത്തെ ബാലചന്ദ്രൻ സാറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. ഷറഫുദ്ദീൻ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ആണ്, സാർ ആ പടത്തിലെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെങ്കിൽ. ഞാൻ ഷറഫിനെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഒരു സീക്വൻസ് ആണ് ഞാൻ നരേറ്റ് ചെയ്തത്. ഷറഫ് ഓൾസോ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഞാൻ ഓരോരുത്തരെ പേര് പറയുന്നില്ല. ഹരിശ്രീ അശോകൻ എനിക്ക് കാണാം. മൈ ഓൾ ടൈം ഫേവറേറ്റ് സായി കുമാർ അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് രാജശേഖരനുമാണ് ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
സമിത മേഡവും ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നീതു ഓഡീഷനിലൂടെ വന്ന് ഗംഭീരമായിട്ട് റോൾ ചെയ്യുന്ന ആളാണ്. വിജിതയുണ്ട്, മൈക്കുണ്ട്, ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നത്. എവ്രി ആക്ടർ ഇൻ ദിസ് ഫിലിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു വളരെ സ്പെഷ്യൽ താങ്ക്സ് ആൻ അഗസ്റ്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻ ഈ കഥ കേൾക്കുകയും ഈ റോള് ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വാല്യുവേഷൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവർക്ക് നല്ല അലർജി ഉള്ളതാണ്. നമ്മുടെ DOP ഇഷ്ടം പോലെ പുകയിട്ട് അവരുടെ ആസ്മയൊക്കെ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ്. സോ ആക്ടേഴ്സിനോട് എല്ലാവരോടും എനിക്ക് വലിയ കടപ്പാടുണ്ട്. സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ലെറ്റ് ദ സിനിമ സ്പീക്ക് ടു. പക്ഷേ ഒരു കാര്യം പറയാം, വലിയ മുതൽ മുടക്കുള്ള സിനിമയാണ്. അതിൻ്റെ 50% എൻ്റെ ബാധ്യതയാണ്. ഞാൻ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സിനിമയാണിത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ സിനിമയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ്. അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച് ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് ഒരു പ്രൊപ്പഗൻഡയുമില്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും വലിയ കഥാപാത്രങ്ങളും ഉണ്ടാവും. പക്ഷെ 100% ഇത് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതാണ് മോഹൻലാൽ സാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ